ഗൈസ്, ഞങ്ങൾ ദൃശ്യത്തിന് 3യുടെ മൂവി കാണാൻ പോവാ. ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഇറങ്ങിയിട്ട്. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. 6 മണിയാകുമ്പോഴത്തേനും ഷോ തുടങ്ങും. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് 5:20 ഇറങ്ങിയിട്ടേ ഉള്ളൂ. അയ്യോ, 5:20 5:40 5:46 അത്രയൊക്കെ. നമ്മൾക്ക് 6 മണിക്ക് നമ്മൾക്ക് അവിടെ എത്തണം. എന്നിട്ട് നമ്മൾ ഫിലിം മുഴുവൻ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മൾക്ക് പിന്നെ ആ പിന്നില് മറ്റേ ക്യാപ്പ് വെച്ചിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കണവനില്ലേ, അവനെ പോളൂ. ഓക്കെ ഗൈസ്, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ റോഡാണ് വാഴാനി റോഡ്. ഈ റോഡ് നേരെ വാഴാനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. ഇതാട്ടോ പുന്നമ്പറമ്പ്. ഇതാണ് നമ്മളുടെ ഏരിയ. നമ്മളുടെ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഏരിയ കേട്ടോ. ഇതാണ് പുന്നമ്പറമ്പ്. ഇതാണ് ഞങ്ങളുടെ സിറ്റി. അവിടെ എല്ലാം ഉണ്ട്. ഇത് ചേട്ടയുടെ സിറ്റി അല്ല കേട്ടോ, എന്റെ സിറ്റി. എന്റെ വീട് ഇവിടെ. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ബ്ലോക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ റെയിൽവേ ഗേറ്റിന്റെ അവിടെ ബ്ലോക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഇത് തുറന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് രക്ഷപ്പെട്ടു. ഇത് കറക്റ്റ് 6 മണിയായി. ഇവിടുന്ന് ഒരു 5 മിനിറ്റിന്റെ വഴി കൂടി ഉള്ളൂ റെയിൽവേ സിനിമ തിയേറ്ററിലേക്ക്. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടുവോ? പോളിനെ കാണാൻ എന്ത് ഭംഗിയാ. പോളിനെ കാണാൻ ശരിക്കും ഒരു കൊറിയൻ ലുക്കില്ലേ ഗൈസ്? നിങ്ങൾക്ക് തോന്നുന്ന ലുക്ക് ഒന്ന് കമന്റ് ചെയ്യണേ, കമന്റ് ബിലോ. നമ്മുടെ ഇത് താളാണല്ലേ? ഓക്കെ, ഈ തിയേറ്റർ അല്ല, നമ്മള് ന്യൂരാഗത്തിലാ പോണേ. ന്യൂരാഗ് കുറച്ച് ദൂരെ. ഞാൻ ഓൾറെഡി ഈ മൂവിയുടെ സസ്പെൻസ് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പറയൂ എന്താ സംഭവം എന്താ പറയുക, മോഹൻലാലിനെ ഓൾറെഡി പിടിക്കുക അവര്. മോഹൻലാലിനെ ഓൾറെഡി പിടിക്കും. മോഹൻലാലിന് ഒറ്റ കൊടുക്കണത് ആരാന്നറിയാം? ഇളയ മോള്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവള് മറ്റേ ഭയങ്കര പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒപ്പം പോയിട്ട് അവൾക്ക് പശ്ചാത്താപം വരും. അങ്ങനെ അവൾ പോയി കുമ്പസരിക്കും ഒരച്ഛൻ്റെ അടുത്ത്. അങ്ങനെ ആ കുമ്പസരിക്കുമ്പോഴാണ് ഇവള് പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ ഒരാളെ കൊന്നിട്ടുണ്ട് അങ്ങനെയാണെന്നൊക്കെ. അതാണ് അപ്പൊ അതിന്റെ പിന്നെ ക്ലൈമാക്സും കൂടി ഉണ്ട്. ഇതിന്റെ അതൊരു ടിസ്റ്റും കൂടി വരുന്നുണ്ട്. അത് ഞാന് സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇവിടെ എല്ലാരും ചെവിടൊക്കെ പൊട്ടിരിക്കുക, എക്സെപ്റ്റ് മൈ ചേട്ടാ ആൽബിയും പോളൊക്കെ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തിയപ്പോഴത്തേനും കുറച്ച് ഭാഗമൊക്കെ മിസ്സായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൗണ്ടറിൽ കാണിക്കണം. എന്നിട്ട് അവർ സ്ലിപ്പ് തരും. അത് വെച്ചിട്ട് നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം പോയി അതൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വേഗം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു സർ. അതിനൊരു ഇന്റർവ്യൂവിന്റെ ആവശ്യം. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഹലോ. ഞങ്ങള് സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി. ഇപ്പൊ 8:50 പെട്ടെന്ന് തീർന്നു പോയി. ഞങ്ങള് കയറിയപ്പോ കുറച്ച് ലേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തീർന്നു. മൂവി നല്ല രസമുണ്ട്. നല്ല ട്വിസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും ഒളിഞ്ഞിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സിനിമ? മൂവി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, അതിപ്പോ കിട്ടിയിട്ടുണ്ട്. ആ സങ്കടം മാത്രം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ശരിക്കും മൂവി അടിപൊളിയായിരുന്നു. ട്വിസ്റ്റ് ഒക്കെ നല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ വരുണിന്റെ അച്ഛനും അമ്മയും എന്തിനാ ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കണേ? അവരുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ തോന്നും വരുൺ ഏതോ ഒരു മാലാഖ കൊച്ചായിരുന്നു. അവനല്ലേ വെറുതെ ഇവരുടെ വീട്ടിലേക്ക് കയറി വന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്.
ഞാനാണെങ്കിൽ ശരിക്കും ഞാനായിരുന്നു മറ്റേ ഇവരുടെ അഞ്ചൂടെ സ്ഥാനത്തെങ്കിലും ഉണ്ടല്ലോ, നേരെ മറ്റേ ആ ഗീതയുടെ അടുത്ത് പോയിട്ട് 4 വർത്താനം പറഞ്ഞേ. മനുഷ്യനായ മക്കളെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം, വളർത്തണം എന്ന് പറയാം ആദ്യം, എന്നിട്ട് ഇരുന്ന് പക ചെയ്യാൻ നടക്കുക. നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾക്ക് കുറച്ച് ബ്ലോക്കേ കിട്ടിയുള്ളൂ. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നല്ലോ, ജസ്റ്റ് മിസ്സായി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോണ വഴിയിൽ പള്ളിയിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. പപ്പ വൈകിട്ടാ പോവുള്ളൂ. എല്ലാവരും ഇത് കഴിഞ്ഞ് നമ്മള് വന്നപ്പോൾ നമ്മള് പള്ളിയിലെ കൂതാശയായിരുന്നു. അപ്പൊ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പള്ളിയിലെ കൂതാശയ്ക്ക് കൂടാൻ പറ്റിയില്ല. പക്ഷെ തിരിച്ചു വരുമ്പോ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് കേറി കഴിച്ചു. നമ്മളെന്നിട്ട് പള്ളിയിൽ കയറി ഫുഡ് മുഴുവൻ കഴിച്ചു. അല്ല, മുഴുവൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നല്ല മഴ പെയ്തു. ഈ മഴ പെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ പൊക്കോണ്ടിരിക്കുക. ഫുഡ് നല്ലതായിരുന്നു. മമ്മീനെ പപ്പയും കണ്ടു. ഇപ്പൊ വീട്ടിലെത്തും. ഒരു 10 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും.